ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ഹങ്കർ ട്രാവലർ. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ നമുക്ക് അടിപൊളി ഒരു പൊട്ടാറ്റോ പീസ് ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഉപ്പുമാവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് പൊട്ടാറ്റോ ഇട്ടിട്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ എടുക്കുക. അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഇതേപോലെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കണം. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേവും ചെയ്യും. ഇതേപോലെ നല്ല ഫ്രൈഡ് ആയിട്ട് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതേ എണ്ണയ്ക്ക് 1/4 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, ഒരു സബോള അരിഞ്ഞത്, 2-3 പച്ചമുളക് അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ ബീൻസാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എനിക്ക് നല്ല എരിവ് വേണ്ടതുകൊണ്ട് ഞാൻ ഏകദേശം 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. കണ്ടോ, സബോളയും നമ്മുടെ പീസൊക്കെ പെട്ടെന്ന് വേവും. ഫ്രോസൺ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവും. അപ്പോൾ ഇതും നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഉപ്പുമാവ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ 1 കപ്പ് റവയ്ക്ക് ഞാൻ 2.25 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടു. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണിത്. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് വറുത്ത റവയാണിത്. അപ്പോൾ സെപ്പറേറ്റ് വറക്കൊന്നും വേണ്ട. വറുക്കാത്ത റവയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇതേപോലെ കുറേശ്ശെയായിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. എന്നിട്ട് നമ്മളിത് മൂടി വെച്ചിട്ടാണ് വേവിക്കാൻ പോകുന്നത് കേട്ടോ. മൂടി വെച്ച് ഏകദേശം വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമ്മളതൊന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, അല്ലെങ്കിൽ വെള്ളം വറ്റുന്നത് അറിയില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമ്മുടെ റവ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തുറന്ന് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം വറ്റി വന്നപ്പോൾ ഞാനതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും പൊട്ടറ്റോയും പീസും സബോളയും ഒക്കെ നമ്മൾ അതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് നമ്മൾ മുമ്പ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതേപോലെ പൊട്ടറ്റോയും പീസും ഇട്ടിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതാണിത്. അപ്പോൾ എല്ലാ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു വലിയ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഉപ്പുമാവ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും ഞങ്ങളെ അറിയിക്കണേ. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.